പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരനെ വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ മൂസ സുലൈമാൻ എന്ന മൂസ ഫോജിയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ കൊല്ലപ്പെട്ടത്. സൈന്യം വകവരുത്തിയിരിക്കുന്നത് മറ്റ് 2 പാക് ഭീകരരെ കൂടിയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, രാജ്യം അങ്ങേയറ്റം ശ്രദ്ധയോടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകൾ രാജ്യം അങ്ങേയറ്റം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാജ്യത്തിന് മൊത്തം അഭിമാനമാകുന്ന വിധത്തിൽ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ജമ്മു കാശ്മീർ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 4:30 ഇന്ത്യൻ ആർമി ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ളത്? നിലിമ, പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് അവിചാരിതമായി ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും കൊടും ഭീകരനുമായിട്ടുള്ള ഹാഷിം മൂസ എന്ന മൂസ സുലൈമാനെ വകവരുത്തിയിട്ടുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം, ജമ്മു കശ്മീർ പോലീസിൽ നിന്നും സൈനിക വൃത്തങ്ങളിൽ നിന്നും ഇതുവരെ ലഭ്യമാകുന്ന വിവരം, ഒന്ന്, ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ഓപ്പറേഷൻ സൈന്യവും CRPFും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായിക്കൊണ്ട് ശ്രീനഗറിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയുള്ള ദച്ചിഗാം വനമേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ പരിശോധനയ്ക്കിടെ വെടിയൊച്ച കേട്ടു. തുടർന്ന് സൈന്യം കൂടുതൽ സേനാവിന്യാസം നടത്തുകയും ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 3 ഭീകരരെ വധിച്ചു. ആദ്യം പുറത്തു വന്ന വിവരം 3 ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരെന്നുള്ളതായിരുന്നു. പിന്നീട് ഈ കൊല്ലപ്പെട്ടവരിൽ 2 പേരും പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനൊടുവിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് മാത്രമല്ല, ജമ്മു കശ്മീരിൽ പ്രാദേശികമായ ഭീകരാക്രമണം ഏകോപിപ്പിക്കുകയും ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, ലഷ്കർ-ഇ-തൊയ്ബയുടെ ജമ്മു കശ്മീർ പതിപ്പായിട്ടുള്ള TRFന്റെ കമാൻഡറും കൊടും ഭീകരനുമായിട്ടുള്ള ഹാഷിം മൂസ, കൂടാതെ പാക് സ്വദേശികളായിട്ടുള്ള അബു ഹംസ, യാസിർ എന്നീ 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. അതിന് പുറമെ ഈ ഭീകരരിൽ നിന്ന് AK-47 തോക്കുകൾ, പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങി വൻ ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് മറ്റൊരു ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടുകൊണ്ട് മറ്റൊരു ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്യുകയും അതിന് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഭീകരരെ സൈന്യം വകവരുത്തിയത് എന്ന വിവരങ്ങൾ. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ, ഈ പേര് വിവരങ്ങൾ നമുക്കിപ്പോൾ അനൌദ്യോഗികമായി ലഭിച്ചിട്ടുള്ളതാണ്. അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളതും അതിന്റെ കൂടുതൽ വിവരങ്ങളും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ വ്യക്തമാകും. നിലവിൽ ജമ്മു കശ്മീർ പോലീസ് നൽകിയിട്ടുള്ള വിവരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും കൊടും ഭീകരനും ലഷ്കർ-ഇ-തൊയ്ബ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡറുമായിട്ടുള്ള ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് 100% സ്ഥിരീകരിക്കാവുന്നതാണ്. മറ്റു 2 പേരുകൾ അബു ഹംസ, യാസിർ എന്നുള്ളതാണ്. ഇവർ പാകിസ്ഥാൻ സ്വദേശികളാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് 4:30 ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ച് ഏറെ വൈകാരികമായി അഭിമാനകരമായിട്ടുള്ള നടപടിയാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയിട്ടുള്ള ആളുകളെയാണ് മതം ചോദിച്ചുകൊണ്ട് ഭീകരർ കൊന്നു തള്ളിയിട്ടുള്ളത്. നെറ്റിയിലേക്ക് വെടിയുതിർത്തുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ട് നെറ്റിയിലേക്ക് വെടിയുതിർക്കുകയും അതൊരു ഭാരതത്തിനകത്ത് ഈ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന കണക്കുകൂട്ടൽ ഭീകരരുടെ ഭാഗത്തുനിന്നും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും വിചാരിച്ചുവെങ്കിൽ ഭാരതം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഭീകരാക്രമണത്തെ, ആ 26 കുടുംബത്തെയും ഭാരതം ചേർത്ത് പിടിച്ചു. ഭാരതത്തിന്റെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിനാസൂത്രണം ചെയ്ത തലകൾ ഓരോന്നായി എടുത്തു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിലാണ് നമ്മുടെ സൈന്യം തീ വർഷിച്ചുകൊണ്ട് മിസൈലുകൾ എതിർക്കുകയും ഈ ഭീകരരുടെ ലഷ്കർ-ഇ-തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും എല്ലാം തലതൊട്ടപ്പന്മാരെ വകവരുത്തിക്കൊണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം മറുപടി നൽകിയത്. പിന്നീട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ആ മണിക്കൂർ മുതൽ തന്നെ അതിർത്തി മേഖലയിൽ അതിശക്തമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരുന്നു. സൈന്യത്തിന്റെ പ്രതികരണം, ഒപ്പം ഇത്തരം പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നത് സമയം കുറച്ച് വൈകിയാലും അവരെ കണ്ടെത്തി ഭാരത സൈന്യം അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ജിഷ്ണു, ഞാൻ ശ്രീകാന്തിലേക്ക് കൂടി പോകുകയാണ്. ശ്രീകാന്ത്, 14 ദിവസത്തെ അതിശക്തമായ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ ഭീകരരെ നമുക്ക് വകവരുത്താനായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഭീകരരെ കുറിച്ചുള്ള വിവരം, രഹസ്യ വിവരം കിട്ടിയത് സംബന്ധിച്ച് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ചില സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. അതായത് 14 ദിവസം
ഈ ഭീകരരെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇവരിലേക്ക് എത്താനായതും ഇവരെ വധിക്കാനായതും എന്നിപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്നു. ഭീകരരുടെ ആശയവിനിമയം സൈന്യം പിന്തുടർന്നു എന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു. ഇവരെ പുറത്തു നിന്നുള്ള മറ്റു ചില ആളുകളും വിളിച്ചിരുന്നു എന്നുള്ളതാണ് സൈന്യം പറയുന്നത്. ആ ആശയവിനിമയ സംവിധാനത്തിൽ നുഴഞ്ഞു കയറാൻ നമ്മുടെ സൈനിക സംഘത്തിന് സാധിച്ചു. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണാണ് ഈ ഭീകരർ ഉപയോഗിച്ചു വന്നതെന്നും ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭീകരരിലേക്ക് എത്താനായതും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യക്ക് മറുപടി നൽകാൻ സാധിച്ചത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു വശത്ത് പാർലമെന്റിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഞ്ഞടിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിനെതിരെ. അദ്ദേഹം പറഞ്ഞത് 100-ലധികം തീവ്രവാദികളെ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിക്കാൻ സാധിച്ചു, 11 ഭീകര കേന്ദ്രങ്ങൾ തങ്ങൾക്ക് തകർക്കാൻ സാധിച്ചു, ഒരു സൈനിക കേന്ദ്രത്തിൽ പോലും പാകിസ്ഥാന് ആക്രമണം നടത്താൻ സാധിച്ചില്ല, ഇന്ത്യക്കൊരു നാശനഷ്ടവും സംഭവിച്ചില്ല എന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു തീരുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കേരളത്തിനും ഈ രാജ്യത്തിനും ഒന്നാകെ തന്നെ അഭിമാനിക്കാവുന്ന നിമിഷം. നമുക്ക് സംഭവിച്ച നഷ്ടത്തിന് നാം പകരം വീട്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് അഭിമാനകരമായ കാര്യമാണ്.